പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അബീനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അവന് നീ ചടങ്ങിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും അവന് നീ വീട്ടിലെ അവസാനത്തെ ദിവസമായിരിക്കും എന്ന് പറയാണ്. ഞാൻ വീണ് പോകാനായി എന്നുള്ളൊരു ചിന്തയാണ് അവനുള്ളത്. എന്തായാലും വീണ് പോകുന്നതിന് മുന്നേ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് തന്നെ ഞാൻ വീണ് പോവുള്ളൂ എന്ന് പറയാണ്. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു അവന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞ ശേഷം അവൻ തോന്നുമ്പോഴൊക്കെയാണ് അവൻ വീട്ടിലേക്ക് കയറി വരാറുള്ളത് എന്ന് പറയട്ടോ. ഇനി അവൻ അങ്ങനെ തന്നെയാണെങ്കിലും മോള് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ മോളെ വിളിക്കാതിരിക്കുകയും കാണാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോള് പറഞ്ഞാൽ മതി, അതോടുകൂടി അവന്റെ ഈ വീട്ടില് ഇതിനൊരു തീരുമാനമാവും എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ജലജയ്ക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അബി തോന്നുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശീനോട് പറഞ്ഞല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും കുറച്ചൊക്കെ അവർക്ക് മനസ്സമാധാനം കൊടുക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ആരെ ഉദ്ദേശിച്ച ദേവ്യാനി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കട്ടെ. അപ്പൊ ആരെയും ഉദ്ദേശിച്ചല്ല, പൊതുവായിട്ട് അങ്ങ് പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പം പിന്നീട് ആണെങ്കിലും അബീനെ കാണാനില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബിയുടെ കാറ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ആദർശ് പറയുന്നുണ്ട് അവൻ വന്നോന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അബി ആണെങ്കിലും പേടിച്ചാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത്. അപ്പൊ കയറി വരുമ്പോ കയ്യിൽ മുല്ലപ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ എവിടെ പോയതാ, നീ മുല്ലപ്പൂ വാങ്ങിക്കാനല്ലേ പോയത്, എന്നിട്ട് മുല്ലപ്പൂ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ അബിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് മുല്ലപ്പൂ കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ അങ്ങനെ അത് വിശ്വസിക്കാവുന്ന ഒരു കള്ളം പറയടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നീ എവിടെ പോയതാ ഇത്രയും സമയം എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അമ്പലത്തിലൊന്ന് പോയി എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ദൈവങ്ങളെ കൂട്ടുപിടിക്കുകയാണ് എന്ന് പറയൂ കേട്ടോ. അല്ല അപ്പൊ അബിയാണെങ്കിലും അതങ്ങ് പറഞ്ഞു ഉറപ്പിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് മുല്ലപ്പൂ വാങ്ങിക്കണമെങ്കിൽ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചുകൂടായിരുന്നു, ഇന്ന് അതിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഇനിയിപ്പോ ഇന്ന് പോകണമെങ്കിൽ നിനക്ക് മറ്റൊരാടെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ, ആരെങ്കിലുമൊക്കെ പോയിട്ട് അത് വാങ്ങിച്ചു വരുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും ഒക്കെ. അപ്പൊ മുല്ലപ്പൂ ഇല്ല അബിയുടെ കയ്യില്. അപ്പൊ മുല്ലപ്പൂവിനല്ല പോയതെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നവിക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നവി പറയുന്നുണ്ടായിരുന്നു നീ ശരിക്കും എവിടെ പോയതാ, നീ മുല്ലപ്പൂ വാങ്ങിക്കാനൊന്നും പോയതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നവി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ തന്നെ പോയത്, പിന്നെ എനിക്ക് കുറച്ച് സമയം അമ്പലത്തിൽ ചിലവഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അത് കള്ളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും ജലജയനോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ സ്വഭാവം തന്നെയാണ് ഇവനുള്ളത്. അപ്പോൾ നിന്റെ സ്വഭാവം സഹിക്കാൻ പറ്റാതെയാണല്ലോ ഇവന്റെ അച്ഛൻ ചെറുപ്പത്തിലെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. അപ്പൊ അതുപോലെ ഇനി നവ്യമോൾ ഇവനെ ഉപേക്ഷിച്ച് പോകുന്നു നീ കരുതണ്ട, അങ്ങനെ പോവുകയാണെങ്കിലും അങ്ങനെ അബിയെ ഇവിടുന്ന് പോവുള്ളൂ, നവ്യമോൾ എന്നും ഇവിടെ തന്നെ കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യമോളും കുഞ്ഞും ഇവിടെ തന്നെ കഴിയും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ജലജയ്ക്ക് അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ചടങ്ങ് തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചടങ്ങ് തുടങ്ങാനായിട്ട് പറയാണ്. അബീനോടാണെങ്കിലും അനി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് മുല്ലപ്പൂ വാങ്ങിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്തായാലും നവിക്ക് മുല്ലപ്പൂ കിട്ടിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശാണെങ്കിലും നൈനേനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നൈനെ നീ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോകുന്ന സമയത്ത് ദേവ്യാനി ചോദിക്കുന്നുണ്ടായിരുന്നു നീ അവളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ആദർശ് പറയും ഒരു മിനിറ്റ് എന്ന് പറയൂട്ടോ. എന്നിട്ട് നൈനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ആ സമയത്ത് ജയനാണെങ്കിലും ഇങ്ങനെ ദേവ്യാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് ഭാര്യനെ വിളിച്ച് പോകുന്നതിൽ എന്താ ഇപ്പൊ തെറ്റിയെന്ന് ചോദിക്കും. അല്ല അവന് ഈയിടെയായിട്ട് അവളോട് കുറച്ച് രഹസ്യം പറച്ചിൽ കൂടുതലാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ അവളെ ഇങ്ങനെ തലയിൽ എടുത്തുകൊണ്ട് വെച്ച് നടക്കല്ലേ, ഇപ്പൊ അവള് വലിയ ഡിസൈനർ ആണല്ലോ, അതുകൊണ്ട് സെയിലും കൂടിയിട്ടുണ്ട് കമ്പനിയിൽ, അതുകൊണ്ട് എല്ലാവരും തലയിൽ വെച്ചല്ലേ അവളെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായതുകൊണ്ട് അവളെല്ലാവരും തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു, നിനക്ക് അങ്ങനെ ഒരു കഴിവില്ലാതെ പോയി, നിനക്ക് അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ നിന്നെ അങ്ങനെ എല്ലാവരും തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടന്നേനെ എന്ന് പറയൂ കേട്ടോ. അപ്പൊ ദേവയാനിയാണെങ്കിലും അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അവളിങ്ങനെ അച്ഛനേക്കാളും അമ്മേനേക്കാളും ആദർശിനേക്കാളും ഒക്കെ ഇങ്ങനെ അവൾ പ്രശസ്തിയിലേക്ക് പോകുന്നത് എനിക്ക് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിലോർക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ മുഖം എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കനകയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഒക്കെ രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ അവർ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിനുശേഷമാണെങ്കിലും അങ്ങനെ ആദർശ് നൈനേനെ വിളിച്ചുകൊണ്ട് പോയതാണല്ലോ. അപ്പോൾ അങ്ങനെ നൈനയ്ക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദർശാണെങ്കിലും. അപ്പോൾ അത് നവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ മുല്ലപ്പൂ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അബീനെ കൊച്ചാക്കുന്ന പോലെ ആവില്ലേ, അബി മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയിട്ട് അത് കിട്ടിയില്ലല്ലോ, അപ്പോൾ അബി എല്ലാവരുടെ മുന്നിലും കൊച്ചാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ തന്നെ വേണം, അവനിങ്ങനെ നേരത്തെ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നല്ലോ, അങ്ങനെ അത്
അവൻ ചെയ്തില്ല. പിന്നെ അവൻ കൊച്ചാവുന്നതിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ നവ്യ പറയുന്നുണ്ടല്ലോ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവന് അങ്ങനെ ഒരു ചിന്ത വരണം, അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കണം, അതിന് വേണ്ടിയിട്ടാണ് തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചേച്ചി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അബിയുടെ സ്നേഹമാണല്ലോ, അതെന്തായാലും ചേച്ചിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചി അബി വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ നമ്മൾ ഈ മുല്ലപ്പൂ കൊടുത്താൽ. ചേച്ചി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒന്നല്ലല്ലോ ഇവിടുന്ന് പോകാൻ പോകുന്നത്. ചേച്ചിക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്ന് പറയാണ്. ഇനിയിപ്പോൾ കുഞ്ഞുമായിട്ടും ഇങ്ങനെ ചേച്ചി തിരിച്ചു വരുമ്പോഴും അബിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെങ്കിൽ ചേച്ചി ഇങ്ങനെ എത്ര ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ ബോൾഡ് ആയതുകൊണ്ടാണ് അവനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നുകൂടെ ബോൾഡ് ആവാൻ നവ്യനോട് പറയണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അബിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് തിരിച്ചടി ഉണ്ടായാലേ അവനും അവൻ്റെ സ്വഭാവം മാറ്റുള്ളൂ. എന്തായാലും നീ ആ മുല്ലപ്പൂ എടുത്ത് അവൾക്ക് കൊടുക്കുകയെന്ന് പറയാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ആദർശ് കൊണ്ട് കൊടുത്ത മുല്ലപ്പൂ എടുത്തുകൊണ്ട് നൈനി ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി കള്ളം പറഞ്ഞാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, മുല്ലപ്പൂ വാങ്ങിക്കാനൊന്നുമല്ല പോയത് എന്നുള്ളത്. ഒന്നിൽ അവനൊരു പെൺവിഷയം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ഇവിടുന്ന് മുങ്ങിയത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നമായാലും കുഴപ്പമില്ലായിരുന്നു, പെൺവിഷയം ആവാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് നവ്യാണെങ്കിലും ഒരു സന്തോഷമില്ലാതെയാണ് കേട്ടോ ചടങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോഴേക്കും ആദർശും നൈനിയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുല്ലപ്പൂവിൻ്റെ കുറവൊന്നും വേണ്ട, ആദർശേട്ടൻ എനിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നവിയുടെ. നവിക്കാണെങ്കിലും ഒരു സന്തോഷമില്ല, നവിയാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അഭിനയാണെങ്കിലും പിന്നീട് ചടങ്ങൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ദേഷ്യത്തിൽ നോക്കുന്ന സമയത്തും ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോള് എന്തിനാ ആ ദേഷ്യത്തോടെ നോക്കുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയുടെ കാര്യങ്ങളൊന്നും അവൻ നോക്കുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അബിക്കാണെങ്കിലും എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനഘ കുഞ്ഞുമായിട്ട് വരുന്നൊക്കെ പറഞ്ഞ് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അബിയാണെങ്കിലും വലിയ സന്തോഷമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നീട് ചടങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മധുരം കൊടുക്കാനായിട്ട് മുത്തശ്ശിനോടാണ് പറയുന്നത്. മുത്തശ്ശൻ കൊടുത്ത ശേഷം ബാക്കി എല്ലാവരും മധുരം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയാണെങ്കിലും നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും അടുത്ത് നിന്നിട്ട് അനിയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നാണ് കേട്ടോ അനി നന്ദുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. നന്ദു ആ മെസ്സേജ് നോക്കി അനിയെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ജയനാണെങ്കിൽ അഭിനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മോളുടെ വീട്ടിലേക്ക് പോയാൽ നീ മോളെ വിളിക്കുകയും അതുപോലെ ഇടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോവുകയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭി പറയും അതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ട് അമ്മാവാന്ന് പറയൂട്ടോ. അപ്പോൾ അജയനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ ആയതുകൊണ്ട് അത് പറയേണ്ട കാര്യമുണ്ട്, മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്തേനെ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയൂട്ടോ. ആ സമയത്ത് അഭിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഇപ്പോൾ ഇന്ന് ഈ ചടങ്ങിനാണെങ്കിൽ അനാമിക പങ്കെടുത്തിട്ടില്ല, അനിയുടെ ഭാര്യ പങ്കെടുത്തിട്ടില്ലല്ലോ, എന്നിട്ട് ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നിന്റെ കുറ്റം നീ എൻ്റെ തൊഴിൽ ചാരണ്ട എന്ന് പറയൂട്ടോ. അപ്പൊ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അതുകൊണ്ട് രണ്ടുപേരും ആ തെറ്റൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ അഭിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞുമായിട്ട് നവ്യ വരുന്ന സമയത്ത് അതിന് മുന്നേ അനഘ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് കയറി വരുമോ എന്നൊക്കെയാണ് കേട്ടോ അഭി ചിന്തിക്കുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് നീ ഇത്ര ഗാഢമായിട്ട് ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശി അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ ഈ സമയത്ത് ഇവിടെ ചടങ്ങ് നടക്കുമ്പോഴും അവൻ്റെ ചിന്ത എവിടെയൊന്നല്ല എന്നിങ്ങനെ പറയുകയും ചെയ്യാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് അനിയാണെങ്കിലും എല്ലാവരോടും ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടി നിൽക്കുമെന്ന് പറയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നന്ദുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അനിയാണെങ്കിലും ഫോട്ടോ എടുക്കുന്നത്. പിന്നീട് അഭിയാണെങ്കിലും മുകളിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിറകെ തന്നെ ജലജിയും മുത്തശ്ശിയും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നവ്യമോള് പോവാനായ സമയത്ത് നീ എന്താണ് അവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി. അതുപോലെ തന്നെ ജലജിയും ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താടാ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നീ ശരിക്കും ഇന്ന് മുല്ലപ്പൂ വാങ്ങിക്കാൻ തന്നെയാണോ പുറത്തു പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്പലത്തിൽ അവൾക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും നവ്യമോൾക്ക് മനസ്സിലായിട്ടുണ്ട് നീ കള്ളം പറഞ്ഞതാണ്, നീ അമ്പലത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, നീ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. നവ്യമോള് പോകുന്ന സമയത്ത് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ ചെയ്യേണ്ടത്, മോളെ സന്തോഷത്തോടു കൂടി യാത്രയാക്കിയല്ലേ വേണ്ടതെന്ന് പറയുമ്പോൾ അവള് പോകുന്നത് എങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയട്ടെ. അപ്പൊ അതെന്താന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ജലജ പറയുന്നുണ്ടായിരുന്നു അവനിങ്ങനെ വിഷമാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ആർക്ക് ഇവനോ നൈനമോള് പോവുകയാണെങ്കിൽ ആദർശ് ചിലപ്പോൾ വിഷമിച്ചു എന്ന് വരും, പക്ഷെ ഇങ്ങനെ ഇവന്റെ അമ്മയായ നീ ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴും അവനൊരു വിഷമം ഉണ്ടാവാറില്ല, പിന്നെയാണോ നവ്യമോള് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും അഭിനെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അത് മാത്രമല്ല അങ്ങനെ നല്ല രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അബി തന്നെ ആയിരിക്കും ഇവിടുന്ന് പുറത്തു പോകുന്നത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് പിന്നെ മുത്തശ്ശിയാണെങ്കിലും അബീനെ കുറെ ഉപദേശിച്ചിട്ട് നവ്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനായിട്ട് പറയുന്നുണ്ടായിരുന്നേ. സന്തോഷത്തോടുകൂടി നവ്യനെ യാത്രയാക്കാനായിട്ട് പറഞ്ഞ് അവിടുന്ന് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്താണെങ്കിലും ജലജയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടെ അവനെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അത് അവന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ അവനെ ഇങ്ങനെ എല്ലാവരും ഇടിച്ച് താഴ്ത്തുന്നത്. ആദ്യം അവന്റെ സ്വഭാവം മാറ്റാം, അങ്ങനെ നീ അവനോട് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനെ കുറെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിയാണെങ്കിലും. ഇപ്പൊ ജലജയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ. അപ്പൊ അബിക്കാണെങ്കിലും എന്തൊക്കെയോ ചിന്തയാണ്, അനഘ ഇങ്ങനെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നീട് നവ്യാണെങ്കിലും റൂമിലാകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ അബി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അബി കയറി ചെല്ലുമ്പോൾ തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, കണ്ടോടാ നീ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നില്ലെങ്കിലും എൻ്റെ അനിയത്തി അവളുടെ ഭർത്താവ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത മുല്ലപ്പൂ എനിക്ക് കൊണ്ടു തന്നു, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നവ്യ. അങ്ങനെ അബി മുല്ലപ്പൂ കൊണ്ടു കൊടുക്കാത്തതിന്റെ ആ ദേഷ്യവും എല്ലാം തന്നെ നവ്യ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നവ്യ നല്ല ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നീ ഒന്ന് പതുക്കെ പറയാന്ന് പറയുമ്പോൾ എന്തിനാ ഞാൻ പതുക്കെ പറയുന്നത്, എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നീ ഇന്ന് നല്ല സന്തോഷത്തോടു കൂടി വേണ്ട ഇവിടുന്ന് പോവാന്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കേണ്ട എന്നുള്ളതിലേക്കാണ് കേട്ടോ അബി സംസാരിക്കുന്നത് നവ്യനോട്. അപ്പോൾ എന്തായാലും എൻ്റെ സന്തോഷം പോയി കിട്ടിയല്ലോ എന്ന് പറയാണ്. അപ്പോൾ അബിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലും ഒക്കെ മുഖമൊക്കെ ആകെ ഇങ്ങനെ സങ്കടപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിനക്ക് എന്തത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പുറത്തു പോയത് എന്നൊക്കെ പറയാണ്. അപ്പൊ നവ്യാണെങ്കിലും നവ്യക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് പോയാലും നീ എന്നെ ഇങ്ങനെ കാണാൻ വരുന്നോ വിളിക്കുന്നോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇനിയിപ്പോ എന്റെ പ്രസവത്തിന്റെ സമയത്ത് പോലും നീയും നിന്റെ അമ്മയൊന്നും അവിടെ കാണില്ല, ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ നവ്യ വീട്ടിൽ നിന്ന് പോയാലും ഇനിയിപ്പോൾ നവ്യനെ കാണാനും വിളിക്കാനൊന്നും അബിക്ക് സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ അറിയാനിരിക്കുന്നതല്ലേ ഉള്ളൂ, നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിന്നെ കാണാൻ വരികയും വിളിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയാനുണ്ട്. അപ്പൊ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പൊ നവ്യനെ ആശ്വസിപ്പിക്കാനൊക്കെ അബി ഇങ്ങനെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അബിയാണെങ്കിലും പിന്നെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുഞ്ഞിനെ വെച്ച് വേണമെങ്കിൽ സത്യം ചെയ്യാന്ന് പറയുമ്പോൾ കുഞ്ഞിനെ വിട്ടുള്ള കളിയൊക്കെ കളിച്ചാൽ മതി, നീ വേണമെങ്കിൽ നിന്റെ അമ്മേനെ പിടിച്ച് സത്യം ചെയ്തു എന്ന് പറയാണ്. അപ്പൊ അബിയാണെങ്കിലും അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് നവ്യനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ നവ്യക്കാണെങ്കിലും ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. നവ്യ അങ്ങനെ അബിനോട് അങ്ങ് ചേർന്ന് നിൽക്കുകയും ചെയ്യാണ് കേട്ടോ. നീ ഇങ്ങനെ പുറത്തു പോയി നിന്നെ കാണാതിരുന്നപ്പോൾ നീ ഇന്ന് ചടങ്ങിന് പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി എന്നൊക്കെ പറയാണ്. അപ്പൊ അബിയാണെങ്കിലും ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നീ എന്തായാലും പോവാനായിട്ട് നിൽക്കല്ലേ, അപ്പൊ നല്ല സന്തോഷത്തോടുകൂടി വേണം ഇവിടുന്ന് പോവാന്, അപ്പൊ നീ നിന്റെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് നവ്യനെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കുകയാണ് കേട്ടോ. അപ്പൊ അബിനോടാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താ എത്ര ടെൻഷൻ ഉള്ളത്, അപ്പോൾ നീ എന്തിനാ പുറത്ത് പോയതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എനിക്കിങ്ങനെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സംസാരിക്കാനാണ് പോയതെന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നീ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, ഈ വീട്ടിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ നിനക്ക് എന്താ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നീട് കേട്ടോ നവ്യനോട് ഇങ്ങനെ മുഖമൊക്കെ ഫ്രഷ് ആക്കിയിട്ട് വാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. പിന്നീട് കനകയും നന്ദും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അമ്മായിയമ്മയും മരുമകളും ഇപ്പൊ നല്ല സ്നേഹത്തിലാണല്ലോ, എന്നിട്ട് പിന്നെ നമ്മുടെ മുന്നിൽ വെച്ച് അവർ അഭിനയിക്കുന്നത് കണ്ടില്ലേ, ഇതിപ്പോ എങ്ങനെയാ ഒന്ന് പൊളിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആദർശേട്ടന് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് ഇങ്ങനെ നന്ദു പറയാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നയനേച്ചിയും കൂടെ വരണം എന്നിങ്ങനെ പറയുമ്പോൾ കനക ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനം.